കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത് വിവാഹത്തെക്കുറിച്ചാണ്. മാരിയേജ്, ലാസ്റ്റിംഗ് ലൈഫ് ഫോർ ലവ്. വിവാഹം, നിലനിൽക്കുന്ന സ്നേഹജീവിതം. ഒരു പുരുഷനും സ്ത്രീയും സ്നേഹത്തിൽ ഒന്നായി തീർന്ന് ദൈവസന്നിധിയിൽ നിലനിൽക്കുന്ന ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ അഥവാ അങ്ങനെ ജീവിക്കുവാനാണ് ദൈവം അവരെപ്പറ്റി ആഗ്രഹിക്കുന്നത്. വിവാഹത്തിൽ പുരുഷനും സ്ത്രീയും വേർപിരിഞ്ഞ് ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവർ ഒന്നായിരിക്കണം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതിനാധാരമായി നാം ഇന്ന് വായിക്കുവാൻ പോകുന്നത് വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷമാണ്. 19-ാം അധ്യായം 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു, ചാപ്റ്റർ 19, വേഴ്സസ് 3-9. പരീശന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിന് യേശു, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്നരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നുത്തരം പറഞ്ഞു. പരീശന്മാർ യേശുവിനോട്, എന്നാൽ ഉപേക്ഷണപത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചു. യേശു അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്, ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. Some Pharisees came to Jesus to test him. They asked, is it lawful for a man to divorce his wife for any and every reason? Haven't you read, Jesus replied, that at the beginning the Creator made them male and female, and for this reason a man will leave his father and mother and be united to his wife, and the two will become one flesh. So they are no longer two but one. Therefore, what God has joined together, let man not separate. Why then, the Pharisees asked, did Moses command that a man give his wife a certificate of divorce and send her away? Jesus replied, Moses permitted you to divorce your wives because your hearts were hard. But it was not this way from the beginning. ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല എന്നാണ് യേശു പറയുന്നത്. ആദിയിൽ എന്നത് അത് ദൈവത്തിൻ്റെ നിയമമാണ്. ദൈവം ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ദൈവം ഉദ്ദേശിച്ചത് അവർ തമ്മിൽ വേർപിരിയരുത്, അവർ ഒന്നായിത്തീരണം എന്നാണ്. കാരണം സൃഷ്ടിച്ചവൻ അവരെ ആണും പെണ്ണുമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നാം വായിച്ച വേദഭാഗത്ത് ആ പരീശന്മാർ യേശുവിനോട് ചെന്ന് ചോദിച്ച ചോദ്യത്തിൽ ഒരപാകത നമുക്ക് കാണുവാൻ കഴിയും. എന്തായിരുന്നു അവർ ചോദിച്ചത്? ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ? ഈ ചോദ്യത്തിൽ അവർക്ക് അപാകതയൊന്നും തോന്നിയില്ല. അതിന് കാരണം അവർ അന്നായിരുന്നത് ഒരു പുരുഷ കേന്ദ്രീകൃത പുരുഷാധിപത്യ സമൂഹത്തിലായിരുന്നു. അവരുടെ സംസാരങ്ങളിലും എഴുത്തുകളിലും, പ്രത്യേകിച്ച് വിശുദ്ധ ബൈബിളിലെ എഴുത്തുകാരെല്ലാം ഇങ്ങനെ ഒരു പുരുഷാധിപത്യ സ്വഭാവം അവരുടെ എഴുത്തുകളിൽ കാണിച്ചിട്ടുണ്ട്. നമുക്കെന്തുകൊണ്ടാണ് ഈ ചോദ്യത്തിൽ അപാകത തോന്നുന്നത്? നമ്മുടെ സൊസൈറ്റി എന്തെങ്കിലും രീതിയിൽ മാറിയിട്ടുണ്ടോ? ഒട്ടും മാറിയിട്ടില്ല. ഇത് ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. പക്ഷേ
നമുക്ക് അപാകത തോന്നുവാൻ കാരണം യേശുക്രിസ്തുവിൻ്റെ വാക്കുകളാണ്. യേശുക്രിസ്തു പറഞ്ഞു, ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല. ആദിയിൽ എങ്ങനെയായിരുന്നു? ആദിയിൽ സൃഷ്ടിച്ചവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. നാം ഇന്ന് ക്രിസ്തുവിലായിരിക്കുന്നു സഹോദരങ്ങളെ. ക്രിസ്തുവിൽ പുരുഷനെന്നോ സ്ത്രീയെന്നോ ഇല്ല. പുരുഷനും സ്ത്രീയും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വേദനകളുമെല്ലാം ഒരുപോലെയാണ് ദൈവത്തിന്. പുരുഷൻ്റെ വേദനയ്ക്ക് പ്രയാസ കൂടുതലോ അല്ലെങ്കിൽ സ്ത്രീയുടെ വേദനയ്ക്കും പ്രശ്നങ്ങൾക്കും വില കുറവോ ഒന്നുമല്ല. ഒരുപോലെയാണ് സൃഷ്ടാവായ ദൈവത്തിന്. നമ്മെ ഒരുപോലെയാണ് അവൻ സ്നേഹിച്ച് വിടുവിച്ചത്, രക്ഷിച്ചത്. നാം ഇന്ന് ക്രിസ്തുവിലായിരിക്കുന്നു. ഇപ്പോൾ നാം ക്രിസ്തുവിലായിരിക്കുമ്പോൾ നാം പുതിയ സൃഷ്ടിയായിരിക്കുന്നു. നമുക്ക് പാട്രിയാർക്കൽ മനോഭാവമില്ല. അത് ഉണ്ടാകുവാൻ പാടില്ല. നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവൃത്തിയിലും നാം ആയിരിക്കുന്ന മേഖലയിലൊന്നും ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ഇതുപോലെയുള്ള പാട്രിയാർക്കൽ സ്വഭാവം, മനോഭാവം ഉണ്ടാകുവാൻ പാടില്ല. പരീശന്മാർ യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, മോശ എന്തിനാണ് ഉപേക്ഷണപത്രം അല്ലെങ്കിൽ ഡിക്രി ഓഫ് ഡിവോഴ്സ് കൊടുത്ത് ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശയോട് പറഞ്ഞത് എന്ന്? യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ് മോശ അങ്ങനെ പറഞ്ഞത്. എന്താണ് ഈ ഹൃദയകാഠിന്യം? മനുഷ്യൻ പാപികളാണ്. എപ്പോഴും പാപം ചെയ്യുവാനുള്ള ഒരു ടെൻഡൻസിയാണ് മനുഷ്യനുള്ളത്. അവൻ്റെ വിവാഹ ജീവിതത്തിൽ അവൻ അവിശ്വസ്തത കാണിക്കും. ഇവിടെ യേശു തന്നെ പറയുന്നുണ്ട്, വേഴ്സ് 9, ഞാനോ നിങ്ങളോട് പറയുന്നു, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. അതായത് പരസംഗം, സെക്ഷുവൽ ഇമ്മൊറാലിറ്റി, ഇത് പാപമാണ്. വിവാഹ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അൺലോഫുൾ സെക്ഷുവൽ റിലേഷൻഷിപ്പ്, സെക്ഷുവൽ ഇമ്മൊറാലിറ്റി, ഇതൊക്കെയും വിവാഹ ജീവിതത്തിലെ പാപങ്ങളാണ്. ഏതെങ്കിലും ഒരു പങ്കാളി ഇതിലകപ്പെടുകയാണെങ്കിൽ മറ്റേ പങ്കാളിയെ രക്ഷിക്കുവാൻ, അവർക്കൊരു പുനർവിവാഹം കൊടുക്കുവാൻ മോശ ഇങ്ങനെയൊരു കൺസെഷൻ അല്ലെങ്കിൽ ഒരു അനുവാദം കൊടുത്തു. അതുകൊണ്ടാണ് അനുവാദം കൊടുത്തത് എന്ന് യേശുക്രിസ്തു പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നാം എവിടെയായിരുന്നാലും തൻ്റെ സൃഷ്ടികളായ നാം പാപം ചെയ്യുമ്പോൾ ആ പാപത്തിൽ നിന്ന് നമ്മെ കരകയറ്റുവാൻ, നമുക്ക് പുതിയൊരു പാത കാണിച്ചു തരുവാൻ സൃഷ്ടാവായ ദൈവം ആഗ്രഹിക്കുന്നു. പാപത്തിൽ നമ്മെ ആഴ്ത്തിക്കളയുവാനല്ല, നമ്മെ നശിപ്പിച്ച് കളയുവാനല്ല. ഏതു തരം പാപം ചെയ്താലും ആ പാപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ സ്നേഹവാനായ ദൈവം ശ്രമിക്കുന്നു. ഇങ്ങനെ വിവാഹ ജീവിതത്തിലുള്ള ഈ പ്രശ്നങ്ങൾ നിമിത്തം ഒരു പങ്കാളിയും കഷ്ടപ്പെടരുത്. അവരെ ഉദ്ധരിക്കുവാൻ, അവരെ വിടുവിക്കുവാൻ, അവരുടെ സഹായത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കൺസെഷൻ മോശ മുഖാന്തരം ദൈവം കൊടുത്തത് ന്യായപ്രമാണത്തിൽ. ഇറ്റ് വാസ് എ കൺസെഷൻ ആൻഡ് നോട്ട് ഗോഡ്സ് ഒറിജിനൽ ഇൻറ്റൻഷൻ ഫോർ മാരേജ്. ഇതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. സ്നേഹവാനായ ദൈവം, കരുതുന്നവനായ ദൈവം, ആത്യന്തികമായി നമ്മെപ്പറ്റി ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? നാം ഏത് കുഴിയിൽ വീണാലും അവിടെ നിന്ന് നമ്മെ കരയേറ്റുവാൻ വേണ്ടി ഏതെല്ലാം വിധത്തിൽ നമ്മെ രക്ഷിക്കാമോ ആ വിധത്തിലെല്ലാം ദൈവം നമ്മെ രക്ഷിക്കുന്നു. ഇത് ഒരു അവസരമായി നാം എടുത്തുകൂടാ. ദൈവം നമ്മെ രക്ഷിക്കും എന്നുള്ള ബോധത്തിൽ നാം പാപം ചെയ്തുകൂടാ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യുകയെന്നോ കൂടുതൽ കൂടുതൽ പാപം നാം ചെയ്യണോ?
ഒരിക്കലും അരുത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഇപ്പോൾ വിവാഹ ജീവിതത്തിൽ ആയിരിക്കുന്നവർ തന്നെ പങ്കാളികൾ ഇങ്ങനെയുള്ള പാപങ്ങൾ ചെയ്തുകൊണ്ട് അവർ കുടുംബജീവിതം ജീവിക്കുകയാണ്. പക്ഷെ അവർ ഡിവോഴ്സ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഇതൊക്കെയും ദൈവം വെറുക്കുന്നതാണ്. അപ്പോൾ ഡിവോഴ്സ് ചെയ്യുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഡിവോഴ്സ് ചെയ്യാതെ തന്നെ ഇങ്ങനെയുള്ള സെക്ഷൽ ഇമ്മൊറാലിറ്റി, അതുപോലെ അൺലോഫുൾ സെക്ഷൽ റിലേഷൻഷിപ്പ്, ഇതൊക്കെയും ചെയ്യുന്നവർ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരുപോലെയാണ്. നാം ആരെയും വിധിക്കുവാൻ പാടില്ല. ദൈവത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നമ്മെ പാപത്തിൽ നിന്ന് അനുനിമിഷം വിടുവിക്കുകയാണ്. അവനിൽ ആശ്രയിക്കുന്നവരെ അവൻ വിടുവിക്കും. ഞാൻ തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് തൻ്റെ അടുത്ത് വരുന്നവരെ അവൻ വിടുവിക്കും. മോശ തൻ്റെ ന്യായപ്രമാണത്തിൽ ഇങ്ങനെ ഒരു പ്രൊവിഷൻ വെച്ചത്, അല്ലെങ്കിൽ ഒരു കൺസെഷൻ വെച്ചത് ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. ഇതൊരു അവസരമാക്കി, ഇത് മുതലാക്കി എടുക്കരുത്. അതാണ് നാം ഇവിടെ പഠിക്കേണ്ടത്. 128 സങ്കീർത്തനം നാം വായിക്കുമ്പോൾ ഇതിനോടനുബന്ധിച്ച് നമുക്കതും വായിക്കാം. അവിടെ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ദൈവത്തോട് ചേർന്നിരിക്കുന്നവൻ എങ്ങനെയാണ് ഒരു കുടുംബജീവിതം ശുഭമാക്കി കൊണ്ടുപോകുന്നത് എന്ന്. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ, അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഇവിടെ പറയുന്നു, നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. കുടുംബജീവിതത്തിലാണെങ്കിൽ നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവാഭക്തനായ പുരുഷൻ ഇങ്ങനെ ഒരു കുടുംബത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ഒരു വിവാഹബന്ധത്തിൽ, ഭാര്യാഭർത്തൃബന്ധത്തിൽ യഹോവാഭയം, യഹോവയെ ഭയപ്പെടുക, യഹോവയെ സ്നേഹിക്കുക. വിവാഹബന്ധത്തിൽ ഏറ്റവും വലുത് ദൈവഭയമാണ്. ദൈവ സാന്നിധ്യ ബോധമുണ്ടായിരിക്കുന്നതാണ്, ദൈവത്തെ സ്നേഹിക്കുന്നതാണ്, അവനെ ഭയപ്പെട്ട് അവനെ ആരാധിക്കുന്നതാണ്. ഇങ്ങനെ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും, ഏത് പങ്കാളിയും ഭാഗ്യവാന്മാരാണ്. നിങ്ങളുടെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, നിങ്ങൾക്ക് നന്മ വരും. അവിടെ നിൻ്റെ ഭാര്യ എങ്ങനെയായിരിക്കും? നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ആയിരിക്കും. നിൻ്റെ മക്കളോ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ആയിരിക്കും. യഹോവാഭക്തരായ ഇങ്ങനെയുള്ള പങ്കാളികൾ അനുഗ്രഹിക്കപ്പെട്ടവരാകും. അങ്ങനെയുള്ളവരെ യഹോവ സിയോനിൽ നിന്ന് അനുഗ്രഹിക്കും. നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങൾ ദൈവത്തിൻ്റെ ആ വലിയ നന്മയെ കാണും. നിങ്ങളുടെ മക്കളുടെ മക്കളെയും നിങ്ങൾ കാണും. നിങ്ങളുടെ മേൽ സമാധാനമുണ്ടാകട്ടെ എന്ന് നമുക്ക് ഈ 128 സങ്കീർത്തനം വായിക്കാം. Blessed are all who fear the Lord, who walk in his ways. You will eat the fruit of your labor. Blessings and prosperity will be yours. Your wife will be like a fruitful vine within your house. Your sons will be like olive shoots around your table. This is the man blessed who fears the Lord. May the Lord bless you from Zion all the days of your life. May you see the prosperity of Jerusalem, and may you live to see your children's children. Peace be upon Israel, or peace be upon you. ഇത് വിവാഹ ജീവിതത്തിലുള്ള ഓരോ പങ്കാളിയോടും പറയുകയാണ്, യഹോവയെ നിങ്ങൾ വലിയവനായി നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ കാണുന്നുണ്ടോ?
യഹോവയെ ഭയപ്പെടുന്നുണ്ടോ, അവന് മുഖ്യസ്ഥാനം കൊടുക്കുന്നുണ്ടോ, അങ്ങനെയുള്ളവർക്കാണ് ഇങ്ങനെയൊരു സൗഭാഗ്യം, ബ്ലെസ്സഡ് ആർ ദേ എന്ന് പറയുന്നത്, അനുഭവം ലഭിക്കുന്നത്. ഇനി എബ്രായ ലേഖന കർത്താവ് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. 13-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഒരു വിവാഹ ജീവിതത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് ഈ വേദഭാഗം ഉപകരിക്കും. സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ തന്നെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും, നിങ്ങളും ശരീരത്തിലിരിക്കുന്നവരാകിയാൽ കഷ്ടമനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവീൻ. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഇത്രയും നല്ല ഒരു അഡ്മോണിഷൻ വിവാഹ ജീവിതത്തിൽ പങ്കാളികൾക്ക് കിട്ടാനില്ല. ഇവിടെ ഒരു ഉദ്ധരണി പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ നമുക്ക് പറയാം, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? ഇത് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഒരു വിവാഹ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഈ കാര്യങ്ങൾ നാം ശിരസാവഹിക്കണം. കീപ്പ് ഓൺ ലവിങ് ഈച്ച് അതർ ആസ് ബ്രദേഴ്സ്. ഡു നോട്ട് ഫർഗെറ്റ് ടു എൻ്റർടൈൻ സ്ട്രേഞ്ചേഴ്സ്, ഫോർ ബൈ സോ ഡൂയിങ് സം പീപ്പിൾ ഹാവ് എൻ്റർടൈൻഡ് ഏഞ്ചൽസ് വിതൗട്ട് നോയിങ് ഇറ്റ്. റിമെമ്പർ ദോസ് ഇൻ പ്രിസൺ ആസ് ഇഫ് യു വെയർ their fellow prisoners, and those who are mistreated as if you yourself were suffering. നാം മറ്റുള്ളവരോട് കരുണ കാണിക്കേണ്ടത് നാം തടവുകാരെന്ന പോലെയും നാം ഈ ശരീരത്തിലിരിക്കുന്നത് പോലെയും ആയിരിക്കണം. ശരീരത്തിൽ നാം ആയിരിക്കുമ്പോൾ ശാരീരികമായി കഷ്ടമനുഭവിക്കുന്നവരെ നാം മനസ്സിലാക്കണം, അവരോട് കനിവ് കാട്ടണം. മാരേജ് ഷുഡ് ബി ഓണേർഡ് ബൈ ഓൾ, and the marriage bed kept pure, for God will judge the adulterer and all the sexually immoral. Keep your lives free from the love of money and be content with what you have, because God has said, never will I leave you, never will I forsake you. So we say with confidence, the Lord is my helper, I will not be afraid what man can do to me. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. എല്ലാ നന്മകളുടെയും ഉറവയായ ആ ദൈവത്തെ നാം ഭയപ്പെടുക, ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സ്തുതിപ്പിനായി അതിലേക്ക് നാം ട്യൂൺ ചെയ്യണം. Come thou fount of every blessing, tune our hearts to sing thy praises. Come thou fount of every blessing, tune my heart to sing thy praise. Streams of mercy never ceasing, call for songs of loudest praise. Teach me some melodious sonnet, sung by flaming tongues above. Praise the mount
Hither by thy help I'm come, and I hope by thy good pleasure safely to arrive at home. Jesus sought me when a stranger, wandering from the fold of God. He to rescue me from danger, interposed his precious blood. Oh, to grace how great a debtor daily I'm constrained to be. Let that grace now like a feather blind my wandering heart to thee. Prone to wander, Lord, I feel it, prone to leave the God I love. Here's my heart, oh, take and see